എവിടെയാണ് കാണേണ്ടത്? ആ പെൺകുട്ടിയുടെ മുഖവും ആ പെൺകുട്ടിയുടെ മുൻകൈയും മാത്രമേ കാണാൻ അനുവാദമുള്ളൂ. എന്തേ? അത് കണ്ടാൽ തന്നെ ഒരു സ്ത്രീയുടെ, ഒരു പെണ്ണിന്റെ സൗന്ദര്യം ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ ലാവണ്യവും ശരീരത്തിന്റെ മറ്റ് തൊലിപ്പുറത്തുള്ള വിഷയങ്ങളുമൊക്കെ സൗന്ദര്യങ്ങളുമൊക്കെ മുൻകൈ കാണുമ്പോൾ തന്നെ ശരീരത്തിന്റെ ലാവണ്യവും പുഷ്ടിപ്പുമൊക്കെ ആ മുൻകൈ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇസ്ലാം അനുവദിച്ച പെണ്ണുകാണൽ ചടങ്ങ്. ഇത് ഇന്ന് 2, 3, 4 ഒക്കെ ബസ്സിൽ ഒന്നായിട്ട് ജാഥയായിട്ട് ആണും പെണ്ണും കാണാൻ പാടില്ലാത്തവരും പറ്റുന്നവരും ഒന്നിച്ച് ചെന്ന് ഒരു കണ്ട് പരീക്ഷണം നടത്തുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വേണ്ടാത്തരങ്ങൾ കാട്ടിക്കൂട്ടുമ്പോ ഈ പെണ്ണിനെ കാണാൻ ഫ്രണ്ട്സിനെ കൂട്ടുന്നു. ഇവന്റെ ഫ്രണ്ട്സിനെ കൂട്ടാൻ ആരാണ് അല്ലാഹു അനുവാദം നൽകിയത്? അതുപോലെ ഇവനിക്കല്ലാതെ മറ്റ് ഏത് അന്യപുരുഷനാണ്, അത് കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ടോ മറ്റുള്ളവരാണെന്ന് പറഞ്ഞിട്ടോ അനുവാദമില്ലല്ലോ. ഇവനിക്കല്ലേ അതിന്റെ അനുവാദമുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ നടക്കുമ്പോ ധാരാളം വേണ്ടാത്തരങ്ങൾ നടക്കുന്നു. അപ്പൊ തന്നെ കൂട്ടമായി ഫോട്ടോ എടുക്കുന്നു, അത് സ്റ്റാറ്റസ് വെക്കുന്നു, ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ എന്തൊക്കെ വേണ്ടാത്തരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോ ഇസ്ലാമിനെ കുറിച്ച് മതിപ്പുള്ള, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ കുറിച്ച് നല്ല രൂപത്തിൽ വിശ്വസിക്കുന്ന മറ്റു മതക്കാർ വരെ ഇസ്ലാമിനെ കളിയാക്കുന്നു. പഴയ കാലത്ത് നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാടുകളിലും മറ്റെല്ലാ നാടുകളിലും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരുന്നു. അവര് മുസ്ലിമീങ്ങളുടെ സ്വഭാവവും സംസ്കാരവും അവരെ ചിട്ടയും കണ്ടുകൊണ്ടാണ് വന്നിരുന്നത് എങ്കിൽ ഇന്ന് നമ്മളെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുകയാണ്, മുസ്ലിമീങ്ങളെ കളിയാക്കുകയാണ്, ഇസ്ലാമിനെ കരിവാരി തേക്കുകയാണ്. നമ്മളല്ലേ അതിന്റെ ഉത്തരവാദികൾ. അല്ലാഹുവിന്റെ അദാബ് എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് പറയാൻ തന്നെ കഴിയില്ല.